ജില്ലയിലെ വെള്ളപ്പൊക്കത്തിൽ സേവന പ്രവർത്തകർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടത്. ഈ പ്രതിസന്ധിയിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കൂടുതൽ തുണയായി മാറിയത് മലയാളിയായ ഡ്രൈവർ റഹീമാണ്. ആൾപ്പൊക്കത്തിലുള്ള വെള്ളത്തിൽ അസാധാരണ വൈദഗ്ധ്യത്തോടെയാണ് റഹീം തന്റെ പിക്കപ്പ് ഓടിച്ചത്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ഡ്രൈവർ കൂടിയാണ് റഹീം. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇദ്ദേഹം റഹീമാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇന്ത്യൻ സ്കൂളിലെ ഡ്രൈവറാണ്, സ്റ്റാഫാണ്. ഈ പ്രളയം തുടങ്ങിയ അന്ന്, മഴ പെയ്ത അന്ന് ചൊവ്വാഴ്ച തുടങ്ങിയ അന്ന് ഉച്ച മുതൽ ഞങ്ങളുടെ ഒപ്പം ഉള്ള ആളാണ്. ഇത്ര അധികം വെള്ളത്തിൽ, അതായത് ഈ പിക്കപ്പിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ മേലടക്കം വെള്ളം വന്ന് 4 പേരും ആ പിക്കപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നൊരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പുള്ളി വണ്ടി വിടാതെ, സ്റ്റെയറിങ് വിടാതെ മറ്റു 3 പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വണ്ടി വീണ്ടും ഈ ഒരു നിമിഷം വരെ ഇപ്പോഴും ഒരു ട്രിപ്പ് പോയിട്ട് വന്നിട്ടുള്ളൂ. അതിസാഹസികമായിട്ടുള്ളൊരു ഇതാണ്. ഒരു ബോട്ട് പോണ പോലെയാണ് മുഴുവൻ. അതായത് ഷാർജയിലെ ഏറ്റവും വെള്ളം കൂടിയ, ഏറ്റവും പൊക്കത്തിലുള്ള അൽമജാസ്, ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റ്, സിറ്റി സെൻറ്ററിൻ്റെ എതിർവശം, ഇതൊക്കെ ഫുൾ വണ്ടിക്ക് അപ്പുറത്ത് നിൽക്കുന്ന അവിടെ കണ്ടവർക്ക് മനസ്സിലാവും. അത്ര അധികം വെള്ളത്തിൽ നീന്തുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെള്ളത്തിലാണ് ഇദ്ദേഹം വണ്ടി ഓടിച്ച് ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റാനും ആളുകളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ അസോസിയേഷൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൽ പാർപ്പിക്കാനടക്കം ഉള്ള പ്രവർത്തനത്തിൽ മുഴുവൻ സമയം ഈ ഒരു നിമിഷം വരെ ഉണ്ട്. മഴ തുടങ്ങിയ സമയത്ത് മൊത്തത്തിൽ ഇത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നതും. ഒരാളിൻ്റെ അരയ്ക്കൊപ്പം വെള്ളം നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ചെറിയൊരു വണ്ടിയായിട്ട് നമ്മൾ റെസ്ക്യൂ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ആൾക്കാർക്ക് ആഹാരവും വെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ്.